സസ്റ്റൈനബിൾ ടൂറിസം എന്നാൽ ടൂറിസം ഇൻഡസ്ട്രിയെ അതുപോലെ തന്നെ അതിൻ്റേതായ ഭാവത്തിലും ആ ഒരു ഇതിൽ നിലനിർത്തുന്നതിനാണ് സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ ടൂറിസം ഇൻഡസ്ട്രിയെ അതിനെ പ്രിസർവ് ചെയ്ത് കൺസർവേറ്റ് ചെയ്ത് അങ്ങനെ നിലനിർത്തുന്നതിനാണ്, ആ റീജിയണെ അങ്ങനെ നിലനിർത്തുന്നതിനാണ് സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയാം. അത് സീനറി ആയിക്കോട്ടെ, ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ആയിക്കോട്ടെ, കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസസ് ആയിക്കോട്ടെ, അത് അതുപോലെ തന്നെ നിലനിർത്തുന്നതിനാണ് സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ താജ്മഹൽ നമുക്കിപ്പോൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് മുമ്പ് നമ്മളെ വണ്ടി നിർത്തി പിന്നെ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം, അവരുടെ ഇലക്ട്രിക് ഓട്ടോ അല്ലെങ്കിൽ ബഗ്ഗി റൈഡോ ഒക്കെയാണ് നമ്മളവിടെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ കാർബൺ എമിഷനാണ്, അല്ലെങ്കിൽ കാർബൺ പൊല്യൂഷൻ കുറക്കുക എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ താജ്മഹലിൻ്റെ സ്റ്റോൺ ക്യാൻസർ അല്ലെങ്കിൽ മാർബിൾ ക്യാൻസറിന് കാരണം ആസിഡ് റെയിൻ ആണ്. അതായത് സൾഫർ ഡയോക്സൈഡ് ഒരു അത് കാരണമാണ് ആസിഡ് റെയിനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പൊല്യൂഷനൊക്കെ എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസസ് ആണെങ്കിലും ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ആയിക്കോട്ടെ, സീനറി ആയിക്കോട്ടെ, അതിനൊന്നും ഓൾട്ടർ ചെയ്യാതെ അതുപോലെ തന്നെ അതിൻ്റെ നാച്ചുറൽ ഹെറിറ്റേജിൽ നിർത്തുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ടൂറിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ തീം എന്ന് വെച്ചാൽ make optimal use of environmental measures, maintaining essential ecological process and helping to natural heritage and biodiversity. അതായത് എൻവയോൺമെൻറ്റിലെ റിസോഴ്സൊക്കെ അതിൻ്റെ ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ കൂടുതലും അല്ല എന്നാൽ നന്നേ കുറവുമല്ല, ആ ഒരു രീതിയിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എൻവയോൺമെൻറ്റിനെ അതിൻ്റേതായ നാച്ചുറൽ ഹെറിറ്റേജ് നിലനിർത്തുന്നതിന് നമുക്ക് എന്താ പറയുക, സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ ഒരു തീമായിട്ട് പറയാം. And respect the socio-cultural authenticity of host communities, conserve their living cultural heritage and traditional values to contribute intercultural understanding. അതായത് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നമുക്കറിയാം ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ, റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ മാലയിട്ടുകൊണ്ട് സ്വീകരിക്കും. അതുപോലെ ഇപ്പോൾ ഒരു കേരള കൾച്ചറൊക്കെയാണ് ദീപം അല്ലെങ്കിൽ വിളക്ക് വെച്ച് ഗസ്റ്റിനെ ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. വിളക്കും താലൊക്കെ പിടിച്ച് ആ റിസോർട്ടിലെ സ്ത്രീകൾ നമ്മളെ ആ വിളക്ക് എന്താ പറയുക കാണിച്ച് നമ്മൾ ശരിക്കും ഗൃഹപ്രവേശം നടത്തും. അപ്പോൾ ഈ ഹിന്ദുസിൻ്റെ കൾച്ചറിലൊക്കെ ഉണ്ട്, ഗൃഹപ്രവേശം നടത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ പോലെ അവിടുത്തെ കൾച്ചറൽ രീതിയിൽ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്ന രീതി, അതുകൊണ്ട് നമുക്ക് ഓരോ കൾച്ചറിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ എൻഷുർ ലോങ് ടേം എക്കണോമിക് കോപ്പറേഷൻ പ്രൊവൈഡിങ് സോഷ്യോ എക്കണോമിക് ബെനിഫിറ്റ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞാൽ ഒരു എൻ്റർപ്രൈസ് ഉണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റിംഗ് പാർട്ടീസ് ആണ്. അതിപ്പോൾ അവിടുത്തെ മാനേജ്മെൻ്റ് ആവാം, എംപ്ലോയീസ് ആവാം, അങ്ങനെ ആരുമാകാം. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എക്കണോമിക് ബെനിഫിറ്റും കൂടിയും എൻഷുർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം. ഇതുകൊണ്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇറ്റ് മിനിമൈസസ് നെഗറ്റീവ് എക്കണോമിക്, എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ്. ഇങ്ങനെ സസ്റ്റൈനബിൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻവയോൺമെൻ്റലായിട്ടും സോഷ്യലായിട്ടുള്ള എക്കോണമിക്കലായിട്ടുള്ള നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ മിനിമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഒഴിവാക്കാൻ പറ്റും. സെക്കൻഡ്, ഇറ്റ് ജനറേറ്റ് ഗ്രേറ്റർ എക്കണോമിക് ബെനിഫിറ്റ് ഫോർ ലോക്കൽ പീപ്പിൾ ആൻഡ് എൻഹാൻസസ് ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഹോസ്റ്റ് കമ്മ്യൂണിറ്റീസ്, ഇംപ്രൂവ് വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് അവിടുത്തെ ലോക്കൽ പീപ്പിൾസിനും ഇതുകൊണ്ട് വലിയൊരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് അവിടുത്തെ ലോക്കൽ പീപ്പിൾസിന് ഇമ്പോർട്ടൻ്റ് കാണിക്കുന്നുണ്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ നമ്മൾ ആ നാട്ടിൽ അല്ലെങ്കിൽ അവിടുത്തെ മുക്കുവന്മാർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളെ വിളിച്ച് ഫിഷിങ്, അതായത് ആ വല വിരിച്ച് മീൻ പിടിക്കണത് കാണാൻ, തെങ്ങ് കയറണത് കാണാൻ, കഥകളി, ചെണ്ടകൊട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ വെച്ചിട്ട് ചെയ്യും. അപ്പോൾ അത്തരം ലോക്കൽ പീപ്പിൾസിന് അതുകൊണ്ട് ബെനിഫിറ്റാണ്. അതുപോലെ പറയുകയാണെങ്കിൽ അവരെ കൂടുതൽ അതുപോലെ അവിടെയുള്ള കൾച്ചർ, ഇപ്പം അതായത് വസ്ത്രം നെയ്യണത്, ഇതൊക്കെ കാണിച്ച് വീവേഴ്സ്, അതുപോലെ കയർ നിർമ്മാണം, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ്
ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ അവിടുത്തെ ലോക്കൽ പീപ്പിൾസിനും കൂടിയും ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ്, ഇറ്റ് ഇൻവോൾവ്സ് ലോക്കൽ പീപ്പിൾ ഇൻ ഡിസിഷൻ ദാറ്റ് എഫക്ട് ദെയർ ലൈഫ് ചാൻസസ്. അവിടുത്തെ ലോക്കൽ പീപ്പിൾസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. നമ്മളൊരു ഇൻഡസ്ട്രി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് തുടങ്ങുമ്പോൾ അവിടുത്തെ ലോക്കൽ പീപ്പിൾസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫാക്ടറി വരികയാണെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ഒരു 500 അല്ലെങ്കിൽ 100 വീട്ടുകളുടെ പെർമിഷൻ വാങ്ങിക്കും, അതിന് തന്നെ ഒപ്പ് വാങ്ങിക്കും. കാരണം ഈ ഫാക്ടറിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആദ്യമേ അവർ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, അവരുടെ അടുത്ത് നിന്ന് ആ ഒപ്പൊക്കെ വാങ്ങിയിട്ടാവും കണ്ടൻറ് എഴുതുക. അപ്പോൾ നമുക്കറിയാം കോള കമ്പനീൻ്റെ പ്രശ്നങ്ങളൊക്കെ പ്ലാച്ചിമടയിലുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ, ഇതിപ്പോൾ സസ്റ്റൈനബിൾ ടൂറിസം ആയതുകൊണ്ട് ഒരിക്കലും തന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റീസിനെ ഹാർഷ് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ടൂറിസം ഇൻഡസ്ട്രി കൊണ്ടുവരുന്നത്. നെക്സ്റ്റ്, മേക്ക് പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ടു ദ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ടു മെയിൻറ്റെയിൻ ഓഫ് ലക്ഷറിയൻ്റ് ഗ്രോത്ത്. അതായത് നമുക്ക് ഇപ്പോൾ തേക്കടിയിലൊക്കെ ഒരു സ്പൈസസ് വില്ല എന്ന് പറഞ്ഞിട്ട് റിസോർട്ട് ഉണ്ട്. അവിടെ അവിടുത്തെ ആ ഒരു പ്രദേശത്തുള്ള പ്രോഡക്റ്റുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ഫ്രീ ആണ്. അതുപോലെ തന്നെ അവിടെ റൂമൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ഹട്ട് അല്ലെങ്കിൽ കോട്ടേജ് പോലെ, ആ ഒരു റൂമിനകത്ത് AC ഇല്ല, TV ഇല്ല, ഫുള്ള് പനയുടെ പരമ്പ് കൊണ്ടാണ് അതിൻ്റെ റൂഫിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്ട്രോ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബാംബൂസിൻ്റെ ചെറിയ കമ്പുകളാണ്. സോപ്പാണെങ്കിലും അവിടെ നിർമ്മിക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് അവിടുത്തെ സംഭവങ്ങൾ വെച്ച് സോപ്പ്, ബോഡി ലോഷൻ, ഷാംപൂ, അവിടുത്തെ ഓയില്, ആയുർവേദിക് സ്പാ, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടുത്തെ യൂസ് ചെയ്തുകൊണ്ട്, അതായത് എക്കോണമിക്കലായിട്ട് വളരെ നല്ല പ്രോഡക്റ്റ് ആൻഡ് ഹെൽത്തി പ്രോഡക്റ്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ള, അതുപോലെ ഭക്ഷണം ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ചെല്ലുമ്പോഴുള്ള സ്റ്റാർട്ടർ ഡ്രിങ്ക് ഒക്കെ ആയിട്ട് കൊടുക്കുന്നത് നല്ല സംഭാരം അല്ലെങ്കിൽ ഏലക്കായിട്ട കട്ടൻ ചായ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് വലിയ സ്റ്റാൻഡേർഡ് ആക്കുക, ലക്ഷറിന് ഗ്രോത്ത് ആക്കുക, മാക്സിമം കോൺട്രിബ്യൂഷൻ അങ്ങനെ കിട്ടും. സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം ഒരിക്കലും പാക്ക്ഡ് ഫുഡോ കെമിക്കലോ അടങ്ങിയിട്ടല്ല, കംപ്ലീറ്റ് നേച്ചറിലേക്ക് കൊണ്ടുപോവുക. അതായത് 2 ഗസ്റ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ആ ഗസ്റ്റിനെ കുറച്ച് ദിവസം കംപ്ലീറ്റ് മൈൻഡ് ഫ്രീ ആക്കാനും റിലാക്സ് ആക്കാനും അവിടെ TV ഇല്ല. അതുപോലെ അവിടുത്തെ ഹോംലി ഫുഡ്, അവിടുത്തെ കുളത്തിൽ വളർത്തുന്ന ഫിഷ്, അവിടെ ഫാമിൽ വളർത്തുന്ന താറാവ് അല്ലെങ്കിൽ കോഴി, ഇങ്ങനെയുള്ള ഫുഡും കാര്യങ്ങളും കൊടുത്തിട്ട് വളരെ ചീപ്പായിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നല്ല ലക്ഷറിയൻ്റ് ആയിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ആംബിയൻസ് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ്, പ്രൊവൈഡ് മോർ എൻജോയബിൾ എക്സ്പീരിയൻസസ് ഫോർ ടൂറിസ്റ്റ് പ്ലേസസ് ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലോക്കൽ കൾച്ചറൽ, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. ടൂറിസ്റ്റിന് നല്ലൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ യോഗ ഉണ്ടാവും, ചില റിസോർട്ടിലൊക്കെ യോഗ സെൻറ്റർ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ജിമ്മ് അല്ലെങ്കിൽ ഫിറ്റ്നസ്സിനേക്കാൾ അവിടെയൊക്കെ യോഗയായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ ഫിഷിങ് ഉണ്ടാവും. അതുപോലെ ബഗ്ഗി റൈഡ്സൊക്കെ അതിനുള്ളിലൂടെ ഇപ്പോൾ കുറേ നടന്നിട്ട് വേണ്ടി വരും ഒരു ഹട്ടിൽ നിന്ന് മറ്റൊരു ഹട്ടിലേക്ക് പോകാൻ. ഒരുപാട് ഏക്കർ സ്ഥലം എടുത്തിട്ടാണ് ഇത്തരം ടൂറിസം ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് റിസോർട്ടുകളൊക്കെ ഒരുപാട് ഏക്കർ സ്ഥലം എടുത്തിട്ട് വെള്ളം ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ട്രാൻസ്പോർട്ടേഷണൽ ഫെസിലിറ്റീസൊന്നും ഉണ്ടാവില്ല. അതിനകത്ത് അങ്ങനെ കാർബൺ പൊല്യൂഷൻ അവർ ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുരങ്ങന്മാരും പക്ഷികളും താറാവും ഒക്കെ കണ്ടുകൊണ്ട് ഒരു കാട്ടിനുള്ളിൽ ജീവിക്കുന്ന പ്രതീതിയായിരിക്കും. നെക്സ്റ്റ്, പ്രൊവൈഡ് ആക്സസ് ടു പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. അങ്ങനെ ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്കാണെങ്കിലും അതിൻ്റേതായ രീതിയിൽ ഉള്ള ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, അതായത് സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിസബിലിറ്റി എന്തെങ്കിലും ഉള്ള ആളുകൾക്കും കോമൺ ആളുകളുടെ പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന റിസോർട്ട്സും അല്ലെങ്കിൽ ടൂറിസം മേഖലയുണ്ടെന്ന്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് റിസോർട്ട് മാത്രമല്ല, ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ സീനറി, കൾച്ചറൽ ഹെറിറ്റേജ് പ്ലേസസ് ഒക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഴയ കാലത്തൊക്കെ വലിയ ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവിടെ ഫുൾ സ്റ്റാൻഡർഡൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആവും. പക്ഷേ ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം, എനിക്കൊക്കെ പോയിരിക്കാൻ
ആ ഹോട്ടൽസ് അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ ബെഞ്ചും ഡെസ്കും അപ്പുറത്തൊരു എന്താണ് റേഡിയോ, അങ്ങനെ പക്കാ ലോക്കൽ ഒരു ഹോട്ടലൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. അത് എൻ്റെ ഇഷ്ടമാണോ ഇനി ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ട്രെൻഡാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറഞ്ഞാൽ ടൂറിസം ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രി എൻവയോൺമെൻറ്റിന് റിസോഴ്സിനൊക്കെ വളരെ എന്താണ് സ്മൂത്തായിട്ട് അല്ലെങ്കിൽ ഹാം അല്ലാത്ത രീതിയിൽ അത് അതുപോലെ തന്നെ നിലനിർത്തുക, ആൾട്ടർ ഒന്നും ചെയ്യാതെ. നമുക്കറിയാം പഴയ വീടുകളൊക്കെ അങ്ങനെ നിൽക്കുന്ന പഴയ വീടുകളൊക്കെ ഉണ്ട്. ചില ആളുകൾ ഇങ്ങനെയുള്ള പഴയ വീടുകൾ എന്ത് ചെയ്യും, അതും ടൂറിസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൂറിസം ഇൻഡസ്ട്രിയിലേക്കോ ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്കൊക്കെ മാറ്റും. അപ്പോൾ അതിനാണ് സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത്.